പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിൽ ക്ഷേത്രത്തിൽ നിന്നും ആള് മാറി ഒരു കീഴ്ശാന്തിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തുവെന്നാണ് പറയുന്നത്. മുരിങ്ങമംഗലം ക്ഷേത്രത്തിലെ കീഴ്ശാന്തി വിഷ്ണുവിനെയാണ് ഇരവിപുരം പോലീസ് ആള് മാറി ഇന്നലെ കസ്റ്റഡിയിലെടുത്തത്. കൊല്ലം പൂതക്കാട് ദേവീക്ഷേത്രത്തിൽ ഒരു മാസം മുമ്പ് നടന്ന ഒരു മോഷണ കേസിലെ പ്രതിയെന്ന് സംശയിച്ചായിരുന്നു ഇദ്ദേഹത്തിനെ കസ്റ്റഡിയിലെടുത്തത്. അമ്പലത്തിൽ ദീപാരാധനയും കഴിഞ്ഞ് ഇവിടെ ബലിക്കൽപ്പുര വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ 2 പോലീസുകാർ വന്നിട്ട് പറഞ്ഞു അത്യാവശ്യ കാര്യമുണ്ട്, ഒന്ന് വെരിഫിക്കേഷന് വേണ്ടി ഒന്ന് സ്റ്റേഷൻ വരെ എന്ന് പറഞ്ഞു. അങ്ങനെ ശീവേലി സമയമാണ്, ശീവേലി കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അർജൻറ്റാ പോയിട്ട് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി. എൻ്റെ ഫോട്ടോയൊക്കെ കാണിച്ചിട്ട് ഒരു സംശയത്തിൻ്റെ പേരില്ല, ഒരു മോഷണ ശ്രമത്തിന് നിങ്ങളൊന്ന് ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞ് അവിടെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അവിടുത്തെ കമ്മിറ്റിക്കാർ കൊടുത്ത ഫോട്ടോസ് മൊത്തം എൻ്റെത് തന്നെയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നത്. അവിടെ ചെന്നതിന് ശേഷം കമ്മിറ്റിക്കാരാണ് പറഞ്ഞത് ഈ ആളല്ല, അവർക്ക് ആൾ മാറിപ്പോയി. അപ്പോൾ ഇരവിപുരം പോലീസുകാരെ ഇവിടെ വരുമ്പോൾ എൻ്റെ ഫോട്ടോസ് കാണിച്ചിട്ടാണ് വരുന്നത്. അപ്പം ഞാൻ തന്നെയാണ് പ്രതി എന്ന് പറഞ്ഞ് ഞാൻ നല്ല സാറേ എന്ന് പറഞ്ഞിട്ട് അവരാരും ആ സമയത്ത് അംഗീകരിച്ചിരുന്നില്ല. വളരെ സങ്കടകരമായ കാര്യമാണ്. ആള് മാറി ഒരു മോഷണ കേസ് ആരോപിച്ചൊരു കീഴ്ശാന്തി അറസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു എററായിട്ട് നമുക്ക് തോന്നുമെങ്കിലും അദ്ദേഹത്തിനുണ്ടാക്കുന്ന മാനനഷ്ടം, ഹൃദയവേദന അതിനൊന്നും താരതമ്യമില്ല. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി ചേരുന്നു. പറയൂ ശ്രീജിത്ത്. രാത്രി മുഴുവൻ അവിടെ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തുകയായിരുന്നു. അതിനുശേഷമാണ് ഈ പൂതക്കാട് ക്ഷേത്രത്തിലെ ഭാരവാഹികൾ എത്തുന്നത്. ഈ നാട്ടുകാരും അതുപോലെ തന്നെ ഈ കോന്നിയിലെ ക്ഷേത്രത്തിലെ ഭാരവാഹികളും ഒക്കെ പറയുന്നത്, ഉപദേശക സമിതി അംഗങ്ങളൊക്കെ പറയുന്നത്, കേവലം ഒന്ന് വീഡിയോ കോൾ ചെയ്ത് ഈ പോലീസിന് ഒന്നുകൂടി ഒരു വെരിഫിക്കേഷൻ നടത്താമായിരുന്നു, അതിനുശേഷം വേണമെങ്കിൽ കൂട്ടിക്കൊണ്ടു പോകാമായിരുന്നു എന്നാണ്. എന്തായാലും ആ ചെരുപ്പ് പോലും ഇടാൻ അനുവദിക്കാതെയാണ് അദ്ദേഹത്തെ കൊണ്ടുപോയതെന്നൊരു ആക്ഷേപം ഇവർ ഉന്നയിക്കുന്നുണ്ട്. ഒരു ദിവസം മുഴുവൻ ഈ ഇരവിപുരം പോലീസ് സ്റ്റേഷനിൽ അവിടെ ഇരുത്തുകയായിരുന്നു. ആ രാത്രിയോടുകൂടി ഇതല്ല ആളെന്ന് മനസ്സിലായി. അതിനുശേഷം ഒപ്പിട്ട് എഴുതി വാങ്ങിച്ചതിന് ശേഷം പൊയ്ക്കോളാൻ പറഞ്ഞു. വളരെ രാത്രി വൈകിയതിനാൽ പിന്നീട് പോകാൻ കഴിഞ്ഞില്ല. എന്തായാലും പിറ്റേ ദിവസം രാവിലെയാണ് ഈ പറയുന്നത് പോലെ മടങ്ങി എത്തുന്നത്. അപ്പോഴേക്കും നാട്ടിലും വാട്സപ്പിലും അതുപോലെ തന്നെ മറ്റു സോഷ്യൽ മീഡിയയിലും ഒക്കെ കള്ളനാണ് കീഴ്ശാന്തി എന്ന തരത്തിൽ മെസ്സേജുകളും പ്രവഹിച്ചു. ഇതോടുകൂടിയാണ് മാധ്യമങ്ങളെ അടക്കം ഇദ്ദേഹം സമീപിക്കുന്നത്. ഒരു പരാതി അടക്കം കൊല്ലം എസ് പിക്ക് നൽകാൻ ഒരുങ്ങുകയാണ് ഈ കീഴ്ശാന്തി. എന്തായാലും താൻ കള്ളനല്ല എന്ന് നാട്ടുകാരെ മാധ്യമങ്ങളിലൂടെ ബോധ്യപ്പെടുത്തേണ്ട അവസ്ഥയിലാണ് ഈ പാവം കീഴ്ശാന്തി ദിനേശ് പോൾ. ഓക്കെ ശ്രീജിത്ത്, മനസ്സിലായി. അദ്ദേഹത്തിന്റെ വേദനയ്ക്ക് എന്ത് പരിഹാരം നൽകാൻ കഴിയുമെന്ന് എനിക്ക് അറിയില്ല.